നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പാണ് വളരെ വലിയ ആഘോഷമായിട്ട് മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ AK മലബാറിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ നടന്നത്. സോഷ്യൽ മീഡിയയിലടക്കം പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിലൊക്കെ ഇതിൻ്റെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ബോളിവുഡിൽ നിന്ന് അർജുൻ കപൂർ മുതലുള്ള താരങ്ങൾ എത്തിയതും അവർ ക്ഷണം സ്വീകരിച്ചെത്തി ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതും മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് സമാപിച്ച ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ താരങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ബിഗ് ബോസ് താരങ്ങളടക്കമുള്ളവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു പരിപാടിയിൽ ലെസ്ബിയൻ കപ്പിളായ ആദിലയും നൂറയും ഇവർ ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്നു. ഈ ഒരു ഫിനാലയ്ക്ക് തൊട്ട് മുന്നെയാണ് ഇരുവരും പുറത്തായത്. അപ്പോൾ ഈ ലെസ്ബിയൻ കപ്പിളായ ആദിലയും നൂറയും എല്ലാം ഈ പരിപാടിയിൽ, അതായത് ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പരിപാടിയുടെ വീഡിയോകൾ വൈറലായി. മാത്രമല്ല, വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത ഒരിടത്ത് നിന്ന് കിട്ടിയപ്പോൾ മറുവശത്ത് ഇവരെ ക്ഷണിച്ചതിനെതിരെ ഫൈസലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു. പ്രത്യേകിച്ച് ഈ ലെസ്ബിയൻ കപ്പിൾസിനെ അംഗീകരിക്കുക എന്നത് നമ്മുടെ സമൂഹം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു 100% എടുത്താൽ 80%-ലധികം ആൾക്കാർക്കും ലെസ്ബിയൻ കപ്പിൾസിനെ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. 20% പേർ അംഗീകരിച്ചാൽ പോലും ബാക്കി ഒരു മഹാഭൂരിപക്ഷം അവർക്കത് ലെസ്ബിയൻ കപ്പിൾസിനെ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ലെസ്ബിയൻ കപ്പിളായ ആദിലയും നൂറയും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇതിന് പിന്നാലെ ഫൈസൽ വലിയ രീതിയിലുള്ള വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ തനിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ അവരെ വിളിച്ചത് മോശമായി പോയി എന്ന രീതിയിലൊരു പ്രതികരണം ഫൈസലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. മറുപടിയുമായിട്ട് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ക്ഷമ ചോദിച്ചോടെ, അതായത് ഈ സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഫൈസൽ പങ്കുവച്ചിരിക്കുന്നത്. ആദിലയും നൂറയും പരിപാടിക്ക് വന്നത് തൻ്റെ അറിവോടെയല്ലെന്നും സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നെന്നുമായിരുന്നു ഫൈസൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. തൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ തൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് തനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയാണെന്നും സമൂഹത്തോടെ ക്ഷമ ചോദിക്കുകയാണെന്നും ഫൈസൽ കുറിച്ചിരിക്കുകയാണ്. കുറിപ്പ് വിവാദമാവുകയും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. പിന്നാലെ പോസ്റ്റ് ഫൈസൽ നീക്കം ചെയ്തു. നിരവധി പേരാണ് ഫൈസലിനെതിരെ രംഗത്തെത്തിയത്. വലിയ രീതിയിലുള്ള വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയരുന്നു. പ്രത്യേകിച്ച് പലരും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി നമുക്ക് നോക്കാം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഫൈസലിനെതിരെ വന്നത് ഇപ്രകാരമാണ്: വലിയ വലിയ നന്മകൾ ചെയ്യുന്ന മനുഷ്യനല്ലേ, വിളിച്ചു വരുത്തി നല്ലോണം ട്രീറ്റ് ചെയ്തിട്ട് മതവും കൂട്ടരും കൂടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ തള്ളിപ്പറയാൻ കാണിച്ച അന്തസ്സ് നല്ലതാണ് ഫൈസൽക്ക. ഇതുവരെയും ആദിലയും നൂറയും ഇവിടെ ജീവിച്ചു, ഇനിയും അവർ ജീവിക്കും. അവർക്കൊപ്പം നിൽക്കുന്നവർ അവരുടെ കൂടെ തന്നെയുണ്ട് എന്നാണ് ദിയാസന ആദിലയ്ക്കും നൂറയ്ക്കും പിന്തുണ അറിയിച്ച് കുറിച്ചത്. മലബാർ ഗോൾഡ് മുതലാളി ഫൈസൽ ഒരു കൊട്ടാരം പണിതു. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ വീട് ഉദ്ഘാടനം ചെയ്യാനും സെലിബ്രിറ്റീസ്. അതിൽ ബിഗ് ബോസ് താരങ്ങളും ഉണ്ടായിരുന്നു. ആദിലയും നൂറയും സ്വീകരിച്ച പോസ്റ്റ് കണ്ട് ഹാലിളകി ചിലർ നരകത്തിൽ പോണ്ടേടോ എന്ന് 4 ഡയലോഗ് അടിച്ചപ്പോൾ മുതലാളി നാണം കെട്ടൊരു പോസ്റ്റ് ഇട്ടു. നാട്ടുകാരെ തെറിയേറ്റപ്പോൾ അത് മുക്കി. ആ പെൺകുട്ടികളെ താൻ ക്ഷണിച്ചതല്ലെന്നാണ് മുതലാളി പറഞ്ഞത്. വിളിക്കാതിരിക്കുന്നത് ഒരാളുടെ അവകാശമാണ്, പക്ഷേ വിളിച്ചിട്ട് വന്നവരെ ഇങ്ങനെ അപമാനിക്കുന്നത് വെറും ചെറ്റത്തരമാണ്. ആ കുട്ടികൾ അങ്ങനെ വലിഞ്ഞു കയറി ചെല്ലേണ്ട ആവശ്യമുള്ളവരല്ല. കട ഉദ്ഘാടനത്തിന് പാകിസ്ഥാനി പാട്ടുകാരെ കൊണ്ടുവന്ന് ആടിക്കാനും പാടിക്കാനും ഉളുപ്പില്ലാതിരുന്ന ഇക്കായ്ക്ക് ഈ പിള്ളേരെയാണത്രേ വർജ്യം. കാശും പണവും ഉണ്ടായിട്ട് കാര്യമില്ല, ഉള്ളിലെ പുറംപൂച്ച് പൊളിച്ച് ചാടുമെന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് യൂസർ കുറിച്ചത്. ബിഗ് ബോസ് ഹൗസിൽ വെച്ചും സമാനമായ അനുഭവം ലക്ഷ്മി എന്ന മത്സരാർത്ഥിയിൽ നിന്നും നേരിട്ടുള്ളവരാണ് ആദിലയും നൂറയും. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നാണ് ഇരുവരെയും അന്ന് ലക്ഷ്മി വിശേഷിപ്പിച്ചത്. നടൻ മോഹൻലാൽ ഇതിനെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിങ്ങളാരും വീട്ടിൽ കയറ്റില്ല എങ്കിൽ പോലും എൻ്റെ വീട്ടിൽ അവരെ ഞാൻ കയറ്റുമെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞപ്പോൾ ഇരു കൈയും അടിച്ചാണ് കേരളത്തിലെ ഒരു ഭൂരിപക്ഷം ആൾക്കാരും ആ ഒരു തീരുമാനത്തെ സ്വീകരിച്ചത്.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ AK മലബാറിന്റെ പാലുകാച്ചിനാണ് സ്വവർഗ കമിതാക്കളായ ആദിലയും നൂറയും എത്തിയത്. ഇവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ വന്നത് തന്റെ അറിവോടെ അല്ലെന്ന ഫൈസൽ AK മലബാറിന്റെ നിലപാടാണ് ഇപ്പോൾ വലിയ വിവാദം, ആശയക്കുഴപ്പം, വലിയൊരു വിമർശനം എന്ന തരത്തിലേക്ക് കടന്നിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതും വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. 2 പെൺകുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ അറിവോടെ അല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നതെന്നും ഈ ഫൈസൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാട് മാറ്റം വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. തന്റെ അറിവില്ലാതെ, തനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല ഇവർ പങ്കെടുക്കുന്ന കാര്യം, ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിലപാട്. വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയാണ്. മാത്രമല്ല, അതേസമയം ഫൈസലിനെതിരെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്രകാരമാണ് പറയുന്നത്. ആദില നൂറ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ, വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിട്ടത് മോശമായി പോയി. 4 ആളുകൾ നെഗറ്റീവ് കമന്റ് ഇട്ടേന്ന് വെച്ച് പേടിച്ചു മാറ്റി പറഞ്ഞത് ശരിയായില്ല. അടുത്ത് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്. ഒരു പ്രത്യേകതരം ഖേദ പ്രകടനം വന്നിട്ടുണ്ട്. മതഖേദം. ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്നതിനെ നമ്മുടെ നാട്ടിൽ ചെറ്റത്തരം എന്ന് പറയും. മതപിരാന്തുള്ള ചിലർ കണ്ണുരുട്ടി പേടിപ്പിച്ചപ്പോൾ ഇക്കായ്ക്ക് പേടിയായി. ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന 2 വ്യക്തികളാണ്. ബിഗ് ബോസിൽ വന്നതോടെ ലാലേട്ടൻ വീട്ടിലേക്ക് ക്ഷണിച്ചതോടെ അന്നത്തെ ചർച്ചകളിലൂടെ 2 പേരെ എല്ലാവർക്കും നന്നായി അറിയാം. ചേർത്ത് നിർത്തുന്നവരും അകറ്റി നിർത്തുന്നവരും ആ കൂട്ടത്തിലുണ്ട്. അവർ അവരുടെ പാട് നോക്കി സമൂഹത്തിൽ ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചു പോകുന്നു. ഇവിടെ ക്ഷണിച്ചു വന്ന അതിഥികളെ ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്നാവും ഇതുപോലെ അപമാനിച്ച് കൊണ്ടിട്ടയാൾ പോസ്റ്റ് ഇട്ടത്. ക്ഷണിക്കാതെ വലിഞ്ഞു കയറി വരാൻ അവർ മര്യാദ ഇല്ലാത്തവരല്ല. ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഈ പ്രചരിക്കുന്നത്. മാത്രമല്ല, ചില പോസ്റ്റുകൾ കണ്ടാൽ മിണ്ടാതിരിക്കുക ബുദ്ധിമുട്ടാണ്. ക്ഷണിക്കാതെ തന്നെ പോയെന്നിരിക്കട്ടെ, അത് വലിയ തെറ്റോ കുറ്റമോ ഒന്നുമല്ല. ചിലർ കാട്ടുന്ന ഈ നേരോ മനോഭാവം തന്നെയാണ് പ്രശ്നം. ആത്മാഭിമാനം എല്ലാവർക്കും ഒരേ വിലയുള്ളതാണ്. സ്വന്തം വിരസത കൊണ്ട് മറ്റൊരാളുടെ പേരും മാനവും തകർക്കാൻ നോക്കുന്നത് വളരെ ലോ മൂവാണ്. ഇങ്ങനെ ഉള്ളവരാണ് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നത്. അല്ലാതെ ആദില നൂറയല്ല എന്നും മറ്റൊരാൾ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത് വളരെ മോശമായി പോയി. വിളിക്കാത്തിടത്തേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുകൾ അല്ല അവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെ വേണ്ടാത്തവരെ അവർക്കും വേണ്ട എന്ന നിലപാട് തന്നെയാണ് 2 പേരും ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മുതലാളി ഫൈസൽ MKയുടെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിന് ചെന്ന ആദില നൂറയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിക്കാതെ ആദില നൂറ ഈ പരിപാടിക്ക് വലിഞ്ഞു കയറി വരില്ലെന്ന് ഉറപ്പാണ്. അവരും അന്തസ്സും അഭിമാനവും ഒക്കെയുള്ള അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ആദില നൂറയും ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഫൈസലിന്റെ അറിവോടെ അല്ലെങ്കിൽ പോലും ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ട് അവരെ അപമാനിച്ചത് ഒട്ടും ശരിയായില്ല. ഇതിപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമായതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പോസ്റ്റുമായി വന്നത്. പൊട്ടൻഷ്യൽ കസ്റ്റമർമാരിൽ വലിയൊരു ശതമാനവും ആദില നൂറയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നെങ്കിൽ ബിസിനസ്സുകാരൻ ഫൈസൽ ഒരിക്കലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇട്ടത് പോലും പൊതുസമൂഹത്തിലെ ചിലരെ തൃപ്തിപ്പെടുത്താനാണെന്നാണ് പുള്ളിക്കാരൻ തന്നെ പോസ്റ്റിൽ പറയുന്നത്. ഇക്കാര്യത്തിലാണ് മോഹൻലാൽ എന്ന മനുഷ്യനോട് റെസ്പെക്ട് തോന്നുന്നത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ സൂപ്പർ സ്റ്റാർ. പക്ഷെ ഭൂരിപക്ഷ സമൂഹം എന്തു പറയുമെന്ന് പേടിച്ച് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. പകരം വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.